സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ സഞ്ജന സംഘി. സഞ്ജന സംഘിയാണ് സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യ 1984 നടത്തിയ ഏത് സൈനിക നടപടിയാണ് 2024 40 വയസ്സ് പിന്നിട്ടത്? ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ മേഘദൂത്. ടൈം മാഗസിന്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ബോളിവുഡ് നടി ആലിയ ഭട്ട്. ആലിയ ഭട്ടാണ് ടൈം മാഗസിന്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ബോളിവുഡ് നടി. ടൈം മാഗസിന്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരമാണ് സാക്ഷി മാലിക്. സാക്ഷി മാലിക് ആണ് ടൈം മാഗസിന്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം. തീരദേശ സുരക്ഷാ സംവിധാനത്തിന്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനായി സാഗർ കവച് 01/24 സമുദ്ര സുരക്ഷാ അഭ്യാസം നടന്നത് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലാണ് 01/24 സമുദ്ര സുരക്ഷാ അഭ്യാസം നടന്നത്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. രാജ്യത്തെ കർഷകർക്ക് അവരുടെ വയലുകളിൽ സോളാർ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് 90% വരെ സബ്സിഡി നൽകുന്ന പദ്ധതി PM കുസും യോജന. PM കുസും യോജനയാണ് രാജ്യത്തെ കർഷകർക്ക് അവരുടെ വയലുകളിൽ സോളാർ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് 90% വരെ സബ്സിഡി നൽകുന്ന പദ്ധതി PM കുസും യോജന. ഇനി കുറച്ച് റിവൈസ് ചെയ്യാം. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് അറിയാനായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് KYC ആപ്പ് നോ യുവർ കാൻഡിഡേറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പശ്ചിമബംഗാളിൽ CPM അവതരിപ്പിച്ച AI അവതാരകയാണ് സമത. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടലാണ് സുവിധ പോർട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ സോഫ്റ്റ്വെയർ എൻകോർ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. ഇസഡ് കാറ്റഗറി സുരക്ഷയ്ക്ക് കീഴിൽ വന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കണായി തിരഞ്ഞെടുത്ത പാരാ അമ്പെയ്ത്ത് താരമാണ് ശീതൽ ദേവി. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപിചന്ദ് തോട്ടക്കുറ. ബ്ലൂ ഓറിജിന്റെ ന്യൂ ഷെപ്പേർഡ് ബഹിരാകാശ പേടകത്തിലാണ് യാത്ര പൂർത്തിയാക്കിയത്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരനാണ് ഗോപിചന്ദ് തോട്ടക്കുറ.